നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കുവൈറ്റിലെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ആശങ്ക പടർത്തുന്ന വാർത്തയാണ് പ്രവാസി ലോകത്തു നിന്നും പുറത്തു വരുന്നത്. തൈറോയ്ഡ് ക്യാൻസർ ബാധിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി കൂടുകയാണ്. കുവൈറ്റിലെ ഇന്ത്യക്കാരിൽ തൈറോയ്ഡ് ക്യാൻസർ വർദ്ധിക്കുന്നുവെന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് എന്നത്. ഇന്ത്യൻ പ്രവാസികളിൽ തലയിലും കഴുത്തിലും കാണപ്പെടുന്ന ക്യാൻസർ കൂടാതെ തൈറോയ്ഡ് ക്യാൻസർ ആണ് കൂടുതലായി കണ്ടുവരുന്നതെന്നാണ് വിവരം. ഡോക്ടർ എസ് അൽ ഷഹീനെ ഉദ്ധരിച്ച് അൽ ജാർദ പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വായ, മൂക്ക്, സലിവറി ഗ്ലാൻഡ്, തൊണ്ട, കഴുത്തിലെ ലിംഫ് നോഡുകൾ എന്നിവയിൽ ഉൾപ്പെടുന്നതാണ് തലയിലെയും കഴുത്തിലെയും അർബുദമെന്ന് കുവൈറ്റ് ക്യാൻസർ സെന്റർ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. തൈറോയിഡ് എന്നാൽ കവചരൂപത്തിലുള്ള ഗ്രന്ഥി എന്നാണ് ഇതിനർത്ഥം. മുൻകഴുത്തിൽ മധ്യഭാഗത്തിന് താഴെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കഴുത്തിന്റെ മുൻഭാഗത്ത് ഒരു ചിത്രശലഭം പോലെ ചേർന്നിരിക്കുന്ന ചെറു ഗ്രന്ഥിയാണ് തൈറോയിഡ്. 34 സെന്റിമീറ്റർ നീളവും 25 ഗ്രാം തൂക്കവും ഇതിനുണ്ടാകും. കാഴ്ചയിൽ ചെറുതാണെങ്കിലും ശരീരത്തിലെ പ്രധാന അവയവങ്ങളുടെ എല്ലാം പ്രവർത്തനങ്ങളെ തൈറോയ്ഡ് സ്വാധീനിക്കാറുണ്ട്. വളർച്ചയെയും ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന അതിപ്രധാന ഹോർമോണുകൾ തൈറോയ്ഡ് ഗ്രന്ഥിയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. തൈറോയ്ഡ് ഹോർമോണിന്റെ അളവിലെ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ പോലും വലിയ മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കും. ശ്വാസ അന്നനാളങ്ങളുടെ ഇടയിൽ കൂടി തൈറോയ്ഡ് ഗ്രന്ഥിയോട് വളരെ ചേർന്ന് പോകുന്ന ഞരമ്പാണ്, അതായത് റെക്കറന്റ് ലാരൻജിയൽ നെർവ്, ശബ്ദവീചികൾ കുറവിടമായ വോയിസ് ബോക്സിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്. സാധാരണ സ്വരമുള്ള ഒരാളിന്റെ ശബ്ദം പെട്ടെന്ന് വ്യത്യാസപ്പെട്ടാൽ, കാതുകൾക്ക് അരോചകമായ വിധം പരുപരുത്താൽ ഈ ഞരമ്പിൽ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടാകാം. അതിലൊന്നാണ് തൈറോയ്ഡ് ക്യാൻസർ. ഇതിന്റെ ലക്ഷണങ്ങൾ എന്നത് അമിതമായ വണ്ണം വയ്ക്കുക, ആർത്തവ വ്യതിയാനങ്ങൾ, പ്രധാനമായും മാസമുറ നീണ്ടുപോവുക, അമിതമായ രക്തസ്രാവം മുതലായവ, തണുപ്പ് സഹിക്കാൻ പറ്റാതെ വരിക, പെട്ടെന്ന് ക്ഷീണം തോന്നുക, അലസത, ഉണങ്ങി പരുക്കനായ തൊലിയും തലമുടിയും, തൊലിയിൽ കറുത്ത വർണ്ണ പടലങ്ങൾ ഉണ്ടാകുക, മലർന്ന ചുണ്ടുകളും വീർത്തുകെട്ടി ഘനീഭവിച്ച മുഖഭാവവും, താരതമ്യേന പുരുഷസ്വരവും കൂടുതൽ നാൾ നിലനിൽക്കുന്ന തൈറോയ്ഡ് ഹോർമോണിന്റെ കുറവ് മൂലം ഉണ്ടാവുന്നവയാണ്. അതേസമയം DSH സാധാരണ നിലയിലെത്താനുള്ള അളവിൽ തൈറോയ്ഡ് ഗുളിക ഉപയോഗിക്കുകയാണ് ഇതിന്റെ ചികിത്സ എന്നത്. സാധാരണ നിലയിലെത്താൻ ആ അളവ് തുടർന്നും കഴിക്കണം. 6 മാസത്തിലൊരിക്കൽ T4 TSH തുടർ പരിശോധനകൾ നടത്തണം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന ശേഷി കുറയുമ്പോൾ ഗ്രന്ഥി വലുതാകും. ഇത് പ്രകടമാകുന്നത് ചിലപ്പോൾ പ്രായപൂർത്തിയാകുമ്പോഴോ ഗർഭധാരണ സമയത്തോ ആകാം. ഈ വലിപ്പം ഗ്രന്ഥിയുടെ മുഴുവൻ ഭാഗത്തെയും ബാധിക്കും. എന്നാൽ ക്യാൻസർ മുഴകൾ ഗ്രന്ഥിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ആയിരിക്കും ആദ്യഘട്ടങ്ങളിൽ ബാധിക്കുന്നത്. അതുപോലെ തന്നെ കുറഞ്ഞ വളർച്ചാ നിരക്കുള്ള തൈറോയ്ഡ് ക്യാൻസറുകൾ 2 തരത്തിലാണുള്ളത്. പാപ്പിലറി, ഫോളിക്കുലർ ക്യാൻസറുകളാണവ. ഇതിൽ പാപ്പിലറി ക്യാൻസർ മുഴകളുടെ രോഗനിർണയത്തിന് സൂചി പരിശോധനയ്ക്ക് ഉയർന്ന വിജയസാധ്യതയാണുള്ളത്. എന്നാൽ ഫോളിക്കുലർ മുഴകൾ ക്യാൻസർ ആണോ അല്ലയോ എന്ന് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. രോഗനിർണയത്തിനായി മുഴ മാത്രമോ കൂടുതൽ ഫലപ്രദമായി ഒരു ലോബ് മാത്രമോ എടുത്ത് പരിശോധിക്കണം. രോഗനിർണയത്തിന് ശസ്ത്രക്രിയ സമയത്ത് തന്നെ ചെയ്യുന്ന പെട്ടെന്നുള്ള പതോളി പരിശോധനയായ ഫ്രോസൺ സെക്ഷൻ പ്രയോജനപ്രദമാണ്. വീണ്ടും ഒരു ശസ്ത്രക്രിയ കൂടാതെ ഒരേ സമയത്ത് തന്നെ ശസ്ത്രക്രിയ ചികിത്സ പൂർണ്ണമാക്കാൻ ഈ പരിശോധന സഹായിക്കും. നോർമലായ മറ്റേ ലോബ് ചികിത്സയുടെ ഭാഗമായി മാത്രം എടുത്തു മാറ്റാനുള്ള അവസരം ഫ്രോസൺ പരിശോധനയുടെ ലഭിക്കുന്നതായിരിക്കും. തൈറോയ്ഡ് അനുബന്ധ ഗ്രന്ഥികൾ നീക്കം ചെയ്യണോ എന്നൊരു പരിധിവരെ അറിയാൻ സാധിക്കും. എന്തായാലും പ്രവാസികളിൽ, പ്രത്യേകിച്ച് കുവൈറ്റിലെ മലയാളികളിൽ കണ്ടുവരുന്ന ഈ അസുഖം വളരെ ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.